അച്ചാറെടുത്ത് തന്നെ. അപ്പം ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകി റെഡിയാക്കി എടുക്കാം. ഒരു 3 പ്രാവശ്യം കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്ത് ഞാൻ സവോള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. നമുക്ക് ഓണിയൻ നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്യാം. ടൊമാറ്റോ നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരെ സ്റ്റവ് കത്തിക്കാം, കടായി വെക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ചമുളക് നമുക്ക് നടുവേ ഒന്ന് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ചെയ്യുന്നത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നല്ല വൃത്തിയായിട്ട് തൊലിയെല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് 2-3 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, ഇത്ര സാധനങ്ങളിട്ടൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ജസ്റ്റ് ഒന്ന് തിരുമ്മി ഒന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് വെച്ചേക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി, ഇത്രയും പൊടികളായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലേശം വെള്ളമോടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടും. നമുക്ക് ആ തക്കാളിയൊക്കെ ഉണ്ടോ, നമ്മുടെ മസാല നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലയെല്ലാം തിരുമ്മി വെച്ചിരിക്കുന്ന ആ ചിക്കനോടെ നമുക്ക് ആ മസാലയ്ക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലേശം വെള്ളം കൂടെ, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റ് അത്രയും മതിയാവും നമുക്ക് ചിക്കനൊന്ന് വെന്ത് കിട്ടാൻ. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഓവർ ബോയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഒത്തിരി വെന്തങ്ങ് ഉടഞ്ഞു പോകില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്രഷ് ചെയ്ത് കുരുമുളകും കൂടെ. ഇനി നമുക്ക് 2ാം പാൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിക്കുക. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ 1ാം പാലോടെ ഒന്ന് ഒഴിച്ച് ഒത്തിരി തിളപ്പിക്കല്ലോ കേട്ടോ. ഇനി നല്ല കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ 2ാം പാലിൽ നമ്മുടെ കുറച്ച് കാഷ്നട്ട് പേസ്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ മസാല പയറുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പർ കറിയാണ്. ചിക്കൻ മസാല ഒരു രക്ഷയില്ല, സൂപ്പർ റെസിപ്പി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് എരിവുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റെസിപ്പിയാണേ. തേങ്ങാപ്പാലും 1ാം പാലും 2ാം പാലും ഒക്കെ എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നല്ല അപാര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അങ്ങനെയുണ്ടോ സൂപ്പറല്ലേ? എങ്ങനെയുണ്ടോ? കുറച്ചുകൂടെ വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ കുറച്ച് സ്പൈസി ആണെന്നേ ഉള്ളൂ. സ്പൈസി നല്ലതല്ല, നല്ല. ഇപ്പം എന്തായാലും ഒരു രക്ഷയില്ല, ടേസ്റ്റ് കിട്ടില്ല അല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇതുകൊണ്ടുള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു. നിലത്തുനിന്ന് പെറുക്കിയിട്ടില്ല എൻ്റെ പരിപാടി. മേത്തോട്ട് വീഴും, പെറുക്കിയിടുക.
ആ